ഹലോ ചങ്ങായിമാരെ, ഒരു നേക്കുള്ള സൂപ്പർ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഈ വീഡിയോ കണ്ടാൽ നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. ഇതേപോലെ ഒരുപാട് വീടുകൾ ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളെ പുതിയൊരു സൈറ്റിലാണ്. ഇവിടെ ഓവർ പണിയൊന്നുമില്ല. ഇവിടെ ചെയ്യാനുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ വീടിൻ്റെ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. 1 2 3 4 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ 1.5 മീറ്റർ വീതിയും 5 മീറ്റർ നീളം വരുന്ന ഒരു നീളമുള്ള സിറ്റ് ഔട്ടാണ്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ടിലെ ഹൈലൈറ്റ് വാള്. ഓക്കെ, ഇവിടെ മെയിൻ ഡോർ കാണാൻ പറ്റും. അതേപോലെ തന്നെ മെയിൻ ഡോർ കഴിഞ്ഞ പാടെ തന്നെ കറക്റ്റ് അളവ് ഡിവൈഡ് ചെയ്ത് കണ്ട് ഒറ്റക്കള്ളിൻ്റെ 3 വിൻഡോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ട്രബിൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാ ഈ മെയിൻ ഡോർ നേരെ അങ്ങോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ ഉള്ളത്തെ വിഷ്വലൊക്കെയാ നേരെ സ്റ്റെയറാണ് കാണുന്നത്. ഇങ്ങനെ കാണാൻ പാടില്ലല്ലോ. വാസ്തുപരമായിട്ട് നോക്കിപ്പിച്ചപ്പം ആ ആൾക്കാർ പറഞ്ഞത് ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ മെയിൻ ഡോർ എടുത്തുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യണം. ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ മെയിൻ ഡോർ ഇങ്ങോട്ടാണ് വെക്കാനുള്ളത്. ഈ ഒറ്റക്കള്ളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇത് ആ ഒറ്റക്കള്ളി അങ്ങോട്ട് തന്നെ വെക്കും. അത് കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഉള്ളിക്കുക അത്യാവശ്യം ഈ വീടിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു വിശാലമായ ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഈ വാതിൽ ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വാതിലിൻ്റെ മുകളിലുണ്ടല്ലോ സെൻറ്ററിൽ ഒരു ഓട്ട കൊടുക്കണം. ഏകദേശം 1 ഇഞ്ച് ഓട്ടയ്ക്ക് എന്തുണ്ടായാൽ മതി, ഒരു ഓട്ടം ഉണ്ടായാൽ മതി. ആ ഓട്ട നേരെ എന്ത് ചെയ്യണം, ഈ ചുമരുമ്മൽ വേണം. വീടിൻ്റെ ലാസ്റ്റ് മറി ചുമരുണ്ടല്ലോ, 3 ചുമരുണ്ട്. എല്ലാത്തിലും കറക്റ്റിൽ ലെവലിൽ ഓട്ട കുത്തണം. ആ ഓട്ടയെ കൂടെ നോക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പുറത്ത് കണ്ട് കാണണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. പക്ഷേ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ കന്നിമൂല കേട്ടോ, കന്നിമൂലത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെഡ്റൂമിലേക്കാണ് ഈ വീടിൻ്റെ ഈ അറ്റത്തിൻ്റെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കന്നിമൂലത്തെ റൂമിലേക്ക് ഈ ബാത്റൂം കൊടുക്കാൻ പാടില്ല. ഇതിപ്പം ബാത്റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എയർ അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ വാസ്തുപരമായിട്ട് നോക്കിയ ആളെന്താ പറഞ്ഞറിയോ, ഈ റൂമിലേക്ക് ഇത് പറ്റില്ല. അതുകൊണ്ട് ഇതിവിടെ ക്ലോസ് ചെയ്ത് കണ്ട് എന്താക്കണം, ഇവിടെ തുറന്നു കണ്ട് ആ റൂമിലേക്ക് ആക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ അടയ്ക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇവിടെ ടൈലൊക്കെ ഒട്ടിക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണതിൻ്റെ ഫുൾ വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി പോട്ടോ. ഓക്കെ, സെറ്റ്. മാറ്റാൻ വേണ്ടി പോണ മെയിൻ ഡോറിൻ്റെ വീതി 98 സെൻറ്റി ഉണ്ട്. 98ൻ്റെ പോയി എത്രയാണ്, 49. ഇനി വെക്കാനുള്ള ഏരിയത്തെ ഈ വിൻഡോൻ്റെ വീതി എങ്ങനെയാണെന്ന് അറിയോ, ഇവിടെ തൊട്ട് ഇവിടെ വരെ 56 ഉണ്ട്. 56ൻ്റെ സെൻറ്റർ എത്രയാണ്, 28. അപ്പോൾ ഇവിടെ 28ൽ ഒരു മാർക്ക് ചെയ്തു. അത് 49 പറഞ്ഞ് എൻ്റെ പകുതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന അറിയോ, 50 കൊടുക്കുക. 50 കൊടുക്കുകയാണെങ്കിൽ 1 സെൻറ്റ് ലൂസ് ഉണ്ടാവും. ഓക്കെ, ഇതാ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സംഭവം 50 സെറ്റാക്കി. അപ്പോൾ എന്താ അറിയോ, ഇത് കറക്റ്റ് വരച്ചുകാണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പണിക്ക് 1 സെൻറ്റ് ലൂസ് ഇവിടെ ഉണ്ടാവും, 1 സെൻറ്റ് ലൂസ് ഇവിടെ ഉണ്ടാവും. അതിൽ നമുക്ക് സിമെൻറ്റ് വേണ്ടി സെറ്റാക്കാം. ഓക്കെ, പിന്നെ ഇവിടുത്തെ ക്ലൈൻറ്റ് പറഞ്ഞ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഈ പണിൻ്റെ ഭാഗമായിട്ട് ഫ്ലോറിങ് കേട് വരുത്താൻ പറ്റില്ല. പിന്നെ ഈ മെയിൻ ഡോർ ഊരുമ്പോൾ ചിലപ്പോൾ എന്തായാലും മരത്തിൻ്റെ സാധനം ആയ സ്ഥിതിക്ക് അടിഭാഗത്ത് ചെതിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ അതേപോലെ തന്നെ നൈസാക്കിയിട്ട് ഊരിയിട്ട് വേണം അവിടെ വെക്കാൻ. ഇത് ഇനി വേറെ മാറ്റാനുള്ളതല്ല. ഒരേ സംഭവം ഒരേ വീതിയിൽ വരുന്നത്. തൂക്കുണ്ട വെച്ച് വരച്ചുകാണ്ട് കട്ട് ചെയ്താൽ ഒരുപാട് ലാഭം ഉണ്ട്. എന്താണെന്നറിയോ, ഓവർ കട്ടിങ്ങാണ്ട് പോവില്ല. പിന്നെ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ഇതിനനുസരിച്ച് ഇവിടെ സ്കേറ്റിംഗ് എടുത്താൽ മതി. 2.51. പൊട്ടാതെ സൂപ്പറിൽ ഇവിടെ വേറെ ലാഭം ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് 4 കിലോ വീറ്റുള്ളൂ. ഓക്കെ, സ്ക്രാച്ച് ഒന്നും വരാൻ പാടില്ല. അതാണ് ഇത് വെക്കുന്നതിന് മുമ്പ് ഈ ഫ്ലോർ മൊത്തം അടിച്ചു തരിയത്. ഞാനായിക്കോട്ടെ. പടവിന്റെ കൂടെ വെച്ച സാധനം ആയതുകൊണ്ട് സെൻട്രിങ്ങാര് ആ പലക നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ആണി അടിച്ചിട്ടുണ്ട്. ആ ആണിപ്പം ഇതിന്റെ കോൺക്രീറ്റിനുള്ളിൽ പെട്ടി എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മുകളിൽ 4 അടി അടിച്ചിരിക്കുകയാണെങ്കിൽ പടി ഫ്രീ അല്ലേ, സമ്മാൻ ഊരിപ്പോയി. അയ്യോ, സംഭവം ലൂസായി. ഓക്കെ, ഫ്രെയിം പുറത്തേക്ക് എത്തിയിട്ട് നേരെ പുറത്ത് കൊണ്ടുപോകാം. ഇതിന് വെക്കുന്നതിന് മുമ്പേ ചെതൽ ട്രീറ്റ്മെന്റ് അടിക്കാണ്ട് ലൈവിലിതാ ചെതൽ ഇന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, കയറിയാൽ ഒരു 3 കൊല്ലം ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഫുൾ ക്ലീനിങ്ങാ. ഇത് പുറത്തേക്ക് ഇട്ടാളി അറിയാം. അപ്പോൾ അടുത്ത ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ തന്നെ വെച്ചോ. വലിയ മൊത്തം വെച്ചോ. 98ൽ 2 നൂലും. അവിടെ വയറിലിട്ടാക്കിയ മെയിൻ ഡോറിന്റെ ഈ ഏരിയയില് 3 വരി സ്ട്രൈറ്റ് പടം ചെയ്യാം. 3 വരിക്ക് ശേഷം ഇവിടെ പടം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ചിലപ്പം ഇവിടെ കട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഡോർ
മെല്ലെ 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 ഒന്ന് വെച്ചോട്ടോ. ഓക്കെ, എന്താ വേണം അവിടെ കുഞ്ഞോ? ഒക്കെ എല്ലാവർക്കും ലൂസാണ്. ഈ ഡോറ് ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട് വാളിൻ്റെ ഡിസൈൻ മൊത്തം മാറാൻ വേണ്ടി പോകണമെങ്കിൽ ഈ വിൻഡോ പെർമനൻ്റ് ആണ്, അതും പെർമനൻ്റ് അല്ലേ, ഇനി ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ കര വയ്ക്കുക ഇവിടെ വാതിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വക്കിലേക്ക് ഏകദേശം 35 സെൻറ്റ് ഉണ്ട്. അതേപോലെ 35 സെൻറ്റ് ഇവിടെയും വരും. ആ ഓക്കെ, ആ ലെവലിൽ നമുക്ക് സെൻറ്ററാക്കി വെക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതും പെർമനൻ്റ് ആണ് ഈ ജനവാതിൽ. ഈ മൂലയിൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 78 സെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഓപ്പൺ അല്ലേ, അപ്പോൾ ഏകദേശം ഡിസൈൻ എന്നാൽ കറക്റ്റായി കിട്ടൂല, എന്നാലും പറ്റ ബോറാക്കും വേണ്ട, ആ ലെവലിൽ അങ്ങനെ ചെയ്താൽ മതി. അറിയോ, ആ 78 ഇവിടെ കൊടുക്കുക. എന്താ ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റക്കള്ളി വിൻഡോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കി എത്ര വയ്ക്കുക? കറക്റ്റ് 35 സെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ലെവലിലായിരിക്കും. എന്നാലും ഒരു ട്രബിൾ ഇവിടെ ബാക്കിയുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഈ വാതിലിൻ്റെ ശേഷം അങ്ങോട്ടേക്ക് ഒരു ഒറ്റക്കള്ളി മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് 2 വരുന്നുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. വേറെ കുഴപ്പമുണ്ട്, നമ്മളിപ്പോൾ ഈ ലെവൽ വെച്ചിരിക്കുകയാണെങ്കിൽ കാണാനൊരു സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ വെക്കുന്നതല്ലേ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഫ്രണ്ട് മരിക്ക് വെക്കുന്നതാണ്. ഫ്രണ്ട് മരിക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വലിയ വിജാഗിരി വാങ്ങി കൊണ്ടുവരേണ്ടി വരും. ഇത് മറ്റേ വിജാഗിരി എന്നാൽ ഇങ്ങോട്ട് തന്നെ ഉറക്കാൻ പറ്റും. അതിന് കുറേ ബുദ്ധിമുട്ട് കൂടുതലാണ്. ഏറ്റവും നല്ല എന്താ അറിയോ, ഉള്ളിൽ കായ്ച്ചിട്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. അതിലാണ്ട് വെക്കാം. ഈ കരമെന്ന് ഇങ്ങോട്ട് 36 സെൻറ്റ്, അതേപോലെ ഇങ്ങോട്ട് 38 സെൻറ്റ് ഉണ്ട്. ഒന്നിട്ട് നീക്കോട്ടെ. അവിടെ മുട്ടി വെക്കണത് 50 സെൻറ്റ്. അതേപോലെ ഒന്ന് അപ്പുറത്ത് കൊടുത്തേ. യെസ്, എന്താ അവിടെ ഇതാ 50 സെൻറ്റ്. ആദ്യം ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തൂക്കം കാണിച്ചാൽ വേണ്ടി പോകണം. തൂക്കം അമർത്തി പിടിച്ച് താഴത്തേക്ക് പോലെ ഇതാ തട്ടിയിലെ പോലെ ഇങ്ങനെ ആടി കളിക്കണം. ഇവിടെ സംഭവം സെറ്റാട്ടോ. അതേപോലെ തന്നെ ഇങ്ങോട്ട് സുറു എൻ്റെ പേരാണ് സുറു. ഓക്കെ റെഡിയല്ലേ? അപ്പം ഉൾത്തൂക്കം സെറ്റ്. ഇനി ഇവിടെ വന്നിട്ടാണെങ്കിൽ തേപ്പ് പക്ക അല്ലെങ്കിൽ മുട്ടി ഇനി അടയ്ക്കുമ്പോൾ ലെവലാക്കാൻ മാത്രമേ. ഇവിടെയും സംഭവം സെറ്റാ. ഇനി എന്താ വേണ്ടിയെന്ന് അറിയാം, കട്ടിയിലോട്ട് ഈ ക്ലൈമ്പിന്റെ ഗ്യാപ്പിലേക്ക് ഇടുക. അതേപോലെ തന്നെ പിന്തലിന്റെ ഗ്യാപ്പിലിട്ടാല് ഞാസികൾ എത്ര മേടിയാലും എനക്കുണ്ടാവില്ല, ദമ്മായി പിടിച്ചിക്കും. എന്നാ ഓക്കെ. വാതിൽക്കട്ടിലിന്റെ ഗ്യാപ്പ് സിമെന്റ് അടയ്ക്കാൻ വേണ്ടി പോണ്. അടയ്ക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ബാക്ക് സൈഡൊക്കെ കെമിക്കൽ അടിച്ചിക്കുകയാണെങ്കിൽ ഒന്നും പാടെ ഈട് കിട്ടും. അപ്പോൾ ആ സ്ഥിതിക്ക് കെമിക്കൽ ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. കെമിക്കൽ കടയത്തെ ആള് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ 5 മില്ലിക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 5 മില്ലി എന്ന് പറഞ്ഞാൽ ഈ പാട്ട ഉണ്ടാവുള്ളല്ലോ, ഉണ്ടെങ്കിൽ ചെറിയ മൂടി, ഒരു മൂടി. ഇനി കുറച്ചും കൂടെ എക്സ്ട്രാ ഒഴിക്ക് കിടന്നോട്ടെ. ഓക്കെ, 2 മൂടി വെച്ചിട്ടുണ്ട്. അതിക്ക് 1 ലിറ്റർ വെള്ളം സെറ്റ്. അത് നല്ല അങ്ങോട്ട് മിക്സ് ആക്കും. ഓ മതിയല്ലോ, ധാരാളം. സിമെന്റ് അടിക്കാൻ വേണ്ടി പോണേ. അതിന് കൂട്ടി സിമെന്റ് ആണ് കാണുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ്. അതിലേക്ക് ഏത് വെള്ളം ഒഴിക്കുന്നത് അറിയാം, നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ കെമിക്കൽ വെള്ളം. സോറി, ഈ കെമിക്കൽ വെള്ളം വെച്ചുകാണ്ട് ഈ കുമ്മായം ലൂസാക്കിയിട്ട് അത് എടുത്തുകാണ്ട് ഇവിടെ തേങ്ങും. ഇനി ഏത് വഴിക്കാണെങ്കിൽ ഫ്രെയിമിൽ ചെതല് വരാൻ നമുക്കൊന്ന് കാണണമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ കുറച്ച് കൂടുതൽ പൊട്ടിച്ചുകൊണ്ട് ഇനി ഇവിടെ പടവ് ചെയ്യുന്ന കല്ലിന്റെ ഒരു 2 ഇഞ്ച് ഉള്ളിൽ പോകും. ഓക്കെ, ഇനി എവിടെയെങ്കിലും പോണില്ലാന്നുണ്ടെങ്കിൽ പോവും. പോണില്ലെങ്കിൽ ആ കല്ലിന്റെ കോണ് മൂലാണ്ട് വെട്ടി കൊടുത്തിട്ടാണെങ്കിൽ കോണിട്ടുണ്ടെങ്കിൽ കയറിക്കോളും. ഇത് മൊത്തത്തിലാണ് കയറിക്കോട്ടെ. അപ്പോൾ ഒരിക്കലും ഈ പടവിന് ക്രാക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ തേക്കുമ്പോൾ സെറ്റാണ്. ആ ലെവൽ ഓട്ടോ. കന്നിമൂലയിൽ വരുന്ന ബെഡ്റൂം അപ്പുറത്താണുള്ളത്. അപ്പോൾ ഈ കാണുന്ന ബാത്റൂമിന്റെ ഡോറ് അതിക്കാണ് തുറക്കണത്. അവിടെ അടച്ചുകാണ്ട് ഇവിടെ തുറക്കാൻ വേണ്ടി പോകണേ. തുറക്കണ ഭാഗമായിട്ട് ഈ തുറക്കണ ഏരിയയിൽ എന്തുണ്ട്, കാലിന്റെ സെറ്റപ്പുകളുണ്ട്. അതിന്റെ റൂട്ട് മനസ്സിലാക്കിയിട്ട് അത് വേർതിരിച്ചുകൊണ്ട് അപ്പുറത്ത് കെട്ടാൻ വേണ്ടി പോകും. വാട്ടർ കണക്ഷൻ കട്ടായി പോകും. ഇന്നത്തെ പണി നിർത്തിയിട്ടുണ്ട്. സമയം 5:45 ആവുന്നു. പിന്നെ പടവ് ചെയ്തു, ജനാല വെച്ചിട്ടുണ്ട്. വാതിൽ ഔന്നെടുത്തുകൊണ്ട് ഇവിടെ വെച്ച് തൂക്കാക്കി സെറ്റപ്പ് ആക്കിയിട്ട്, അതായത് കുത്തിപ്പൊളിപ്പണി, വെപ്പ് പണി മൊത്തം തീർത്തിട്ടുണ്ട്. ഈ നാളെ സൂപ്പർ തേപ്പ്.
വാതിലിന്റെ ഗ്യാപ്പ് പടവ് ചെയ്ത് കണ്ട് മുറുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ടൈൽസ് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. ഇവിടുത്തെ മൊത്തം പൊളിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിൽക്കണ ഒരു വരട്ടുണ്ട്. ഈ വരട്ടുള്ള ലാഭം എന്താ വെച്ചാൽ നമ്മൾ ഈ ടൈൽസ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് കയറൂല. ഈ വരൻ്റെ ഇവിടെ കറക്റ്റ് ഒതുങ്ങി കിട്ടിക്കോളും. പിന്നെന്താ പറയുക, ഇത് എടുക്കാതെ ഇവിടെ പടവ് ചെയ്തിരിക്കുകയാണെങ്കിൽ വെട്ടി നടക്കുമ്പോൾ ഒരു ഉഷാർ കിട്ടൂല, പെട്ടെന്ന് ഇവിടെ ക്രാക്ക് വരും. അപ്പോൾ ഇത് എടുത്തുകാണ്ട് ഈ തേപ്പും പൊളിക്കണം. ഇങ്ങോട്ട് പടുത്തെങ്കിൽ മാത്രമേ നല്ല കൂട്ടി പൊടിച്ചുള്ള ഉറപ്പുണ്ടാവുള്ളൂ. നേരെ ഇവിടെ നനയ്ക്കുക, ഗ്രൗട്ട് പേസ്റ്റ് തേമ്പിക്കാണ്ട് സിമെന്റ് പരത്തി കല്ലണ്ട് വെച്ചോക്കട്ടെ. അടിസ്ഥാനം ദമ്മായിരിക്കും. ഓക്കെ, അടിച്ചോടി സൂപ്പർ ആയിക്കോട്ടെ. കൊളുത്തി കളി സ്റ്റീലാൻ പൊട്ടൂല. ആ കറുപ്പ് സ്ക്രൂ ഞാൻ പൊട്ടും. ആ കേട്ടെ. ഓക്കെ, ഞാൻ അടുത്ത് ദമ്മായില്ലേ, നല്ല സ്ട്രോങ് കോൺക്രീറ്റ് നിറച്ചാൽ മതി. ക്ലാമ്പ് ഒന്ന് വലിച്ചാണി, സംഭവം സെറ്റല്ലേ? ചെതൽ പിടിച്ച വാക്കുന്നല്ലോ അടിച്ചിട്ടുണ്ട്. ഓക്കെ, വെട്രിഫൈഡ് 4x2 ടൈലാണ് ഈ കാണുന്നത്. വക്കറ്റിൻ്റെ മുകളിൽ കയറ്റി കെടുത്തി വെച്ചിട്ടുണ്ട്. ടൈലിൻ്റെ വേക്കിൽ തേമ്പുന്നത് ടൈൽസ് ഒട്ടിക്കുന്ന ഗമ്മൊന്നല്ല, സിമെൻറ്റിൻ്റെ പേസ്റ്റ് ആട്ടോ. ഓക്കെ, സിമെൻറ്റ് കലക്കിയ സൂപ്പർ പേസ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ചുമരുമ്മൽ അപ്ലൈ ചെയ്യുന്നത്. ടൈലിൻ്റെ മുകളിൽ 2 സ്പേസർ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നേരെ ടൈല് കയറ്റി കേട്ടോ. അയ്യോ എപ്പടി ആദ്യം ഇതിൽ കുത്തുക. ഞാൻ പഠിച്ചോ, പ്ലംബിങ് അറിയില്ല എന്ന് ഞാൻ പറയുന്നത് ഉണ്ടോ. ഇതിൽ കുത്തിയിട്ട് ഇവിടെ സെറ്റാക്കാം. പശട്ട ഊരാ കിട്ടൂല. ആരറിഞ്ഞേ? അതിനല്ല 2 കപ്ലിങ് ആണ് സാധനം. ഞാൻ പറഞ്ഞ ലാസം കേട്ടൊന്ന് എനിക്ക് ഏതോ മമ്മൂണ്ണി സ്കൂളിൽ പഠിച്ചു വന്നിട്ട് എല്ലാവരും ഇപ്പം അങ്ങനെ ആകും. എന്താ ഇനി കുറെ കട്ട് ചെയ്തിക്കാണ് എന്താ ഉണ്ടാവുമെന്ന് അറിയാം. ഉണ്ടാവില്ല, ലീക്കില്ല. സെറ്റല്ലേ? നേരെ ഉള്ളിൽ പോവാം. ഇവിടെ ടൈൽസ് വേറെ ടീമാണ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വന്നിക്കാണ് എന്താ പറയുന്നറിയോ, ഈ പൈപ്പ് കുറച്ചും പാടെ താത്തിക്കുകയാണെങ്കിൽ നല്ല കണം ഇവിടെ കിട്ടുമായിരുന്നില്ലേ എന്ന് ചോദിക്കും. ആ പേരും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വല്ല വേടി കുത്തിറക്കും. അപ്പോൾ പെരക്കാർ ചോദിക്കുകയാണ് എന്താ തീർന്നില്ലേന്ന് ചോദിച്ചിട്ടാണെങ്കിലോ എന്താ പറയാന്നറിയോ, എങ്ങനെ തീരുക, പൈപ്പ് കുറെ പൊന്തിപ്പോയി, അപ്പോൾ കുത്താണ്ട് അങ്ങനെ ആക്കാണ്ട് ഇങ്ങനെ ആക്കാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരം ടൈം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ കോളിൻ്റെ ഈ സൈഡ് ആ ചുമരാണ്, ഉള്ളു ടാപ്പ് ഇവിടെ കൊളുത്തിയുണ്ട്. സെറ്റ് നേരെ വന്നു കണ്ട് ഈ കല്ലിൻ്റെ എൻഡിലേക്ക് 75 കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2.5 സെന്റിമീറ്റർ കുമ്മായം ടൈലൊക്കെ ഒതുക്കണം. എന്നാലും ബാക്കി എത്ര ഉണ്ടാവുക, ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാലും 73 പക്കായി കിട്ടും. ഓക്കെ, അത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ ഡോർ ഗ്യാപ്പിലേക്ക് ഇവിടുത്തെ ക്ലൈൻറ്റ് പുതിയ ഡോറ് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അവിടുന്ന് ഊരി ആ ഒരു ഫ്രെയിം തന്നെ അവിടെ വെക്കണം. അതിൽ മുറിക്കാൻ അയച്ചിട്ടാണൊന്നും പാടില്ല. അതുകൊണ്ട് വർക്കിൽ പ്രത്യേകം മൈൻഡ് കൊടുക്കണം. അതുകൊണ്ടാണ് അളവൊക്കെ എടുത്ത് കണ്ട് സെറ്റപ്പാക്കി മാറ്റുന്നത്. ഇവിടെയും പറ്റടിച്ച് എന്നാലും സെന്ററിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. എന്ത് ചെയ്യുന്നറിയോ, ഈ വലിയ തേപ്പിന്റെ പോലി ഇവിടെ കുത്തിയിട്ട് നേരെ കൊണ്ടത് കണ്ടിരിക്കുക, ഈ സെന്ററിൽ ഒതുക്കി വെക്കുക. എന്താ ചെയ്യുക, ഇപ്പം എന്തായി, ഇനി ഇവിടെ എന്ത് ചെയ്യുന്ന അൻസികാണ്ട് ഗ്രൗട്ട് പേസ്റ്റ് തേമ്പിയാൽ മാക്ക് പിന്നെ മോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രൈൻഡർമേൽ ഫസ്റ്റ് ഇട്ട ബ്ലേഡ് ഇതാണ്, ടൈൽസ് കട്ടിങ് ബ്ലേഡ് ഇരുമ്പിൻ്റെ. അത് ഇട്ടുകൊണ്ട് ഷേപ്പാക്കി മാറ്റി വെച്ച്, പിന്നെ പേപ്പർ 0 ഇട്ട്, അതിൻ്റെ ശേഷം 2 ഇട്ട്, അതിൻ്റെ ശേഷം 3 ഇട്ട്. ഇത്ര മതി. എൻ്റെ വെട്രിഫൈഡ് അല്ലേ, ഐവറി അല്ലേ, സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്.
റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ സൈറ്റിൽ ഞങ്ങൾ ഏറ്റെടുത്തിൻ്റെ വർക്ക് മൊത്തമായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കേട്ടോ. അതായത് നമ്മൾ ഈ വർക്കിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്റ്റെപ്പ് വയ്ക്കാൻ മാറ്റിയിട്ടില്ല. ഈ സ്റ്റെപ്പ് മാറ്റും, അങ്ങോട്ട് കാക്കും മെയിൻ ഡോറിൻ്റെ നേർക്ക്. ആ സമയത്ത് ഇവിടെ ചാരുവടി മുട്ടിക്കാണ്ട് ടൈല് പുതിയത് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ അവിടെ തുറക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് നെക്സ്റ്റ് ബഡ്ജറ്റിൽ ചെയ്യുമെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇവിടെ ചെയ്ത വർക്ക് നോക്കിയാൽ ഇവിടുത്തെ മെയിൻ ഡോർ എടുത്ത് അവിടെ വെച്ച സ്ഥിതിക്ക് ഇവിടുത്തെ സ്കാറ്റിങ് പോയിനി ആ 3 പീസ് മോൾഡ് ചെയ്ത് കണ്ട് ഒരേപോലെ വെച്ച് പുട്ടിയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ തേപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ക നേക്കാട്ടോ. ജോയിൻ്റൊക്കെ ഒരു രക്ഷയില്ല. ഇനി പുട്ടി ഇടണമെങ്കിൽ പുട്ടി ഇട്ട് കണ്ട് പെയിൻറ്റ് അടിച്ച് കണ്ട് ഇതേ ബോർഡർ തന്നെ ഇവിടെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന വിൻഡോ ആണ് ഈ കാണുന്നത്. നേക്ക് ക്ലയൻറ്റ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 8 ഇഞ്ചിൻ്റെ ചുമരല്ലേ. മെയിൻ ഡോർ നമ്മൾ ഉള്ളിലേക്കാണ് വെച്ചിക്കേണ്ടത്. ബാക്കി ഇഞ്ച് 4ൻ്റെയും മറി ഉണ്ടല്ലോ. ഈ മറിയിൽ വയ്ക്കുക. ഇവിടെ ഐവറി കളർ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഇട്ടിട്ടാണ് സൂപ്പർ. അതിനപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു ഈ കളറിന് കിട്ടുകയാണ് ഏറ്റവും നല്ലത് അതന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പടി പോയപ്പോൾ നമ്മൾ എന്താക്കിയെന്നറിയോ, പുതിയ അരിപ്പടി കൊണ്ടുവന്നുകൊണ്ട് വെച്ച് ഫുൾ സെറ്റപ്പാക്കി പുട്ടിയൊക്കെ ഇട്ട് നേക്കാക്കി ഇനി ഉള്ളിക്കുക. കണ്ടോ വയ്ക്കുക. എന്താ വർക്ക്, ഫിറ്റിംഗ് ഒക്കെ സെറ്റാണ്. പൊട്ടിയിടുക. പൊട്ടിയിട്ടിക്കുകയാണെങ്കിൽ മൊയ്ച്ചിൽ കാണൂല. പിന്നെ നോക്കിയാൽ ഡോറ് പൂട്ടി കാണിച്ചു തരാം. സംഭവം കണ്ടോ, സൂപ്പർ. ഗ്യാപ്പൊക്കെ ഒരേപോലെയാണ്. പിന്നെ നമ്മൾ അന്ന് ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇനി ഇതിൻ്റെ നേരെ സെൻറ്ററിൽ ലിൻഡലിൻ്റെ മുകളിൽ ഒരു ഇഞ്ചിൻ്റെ ഓട്ട കുത്താണ്ട്. ആ ഓട്ട ഇവിടെ കുത്തണം. അടുത്ത ചുമരാണ് ഈ കാണുന്നത്. ഇതുമേലും കുത്താണ്ട് ഒരേ ലെവലിൽ. അത് എങ്ങനെയാണെന്നറിയോ, അവിടുന്ന് നീളെടുക്കുക, മാർക്ക് ചെയ്യുക സെൻറ്റർ. അതേപോലെ ആ ചുമരും മാർക്ക് ചെയ്യുക. പിന്നെ ഹൈറ്റ് നോക്കുക. അങ്ങനെ 1, 2, 3 അത് വേറൊരു മെഷീനിൽ മറ്റേ ചെറിയ കോർബിറ്റിന് ചെറുത് അത് വെച്ച് നമ്മൾ പിന്നെ കുത്തുന്നത് വേറൊരു വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് ലെങ്ത്ത് കൂടും. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഉള്ളത്തെ അവസ്ഥ വയ്ക്കുക. ആ മൂല ഒട്ടിക്കാണ്ട് ഈ മൂല വരെ ഏകദേശം 6 മീറ്ററോളം വരുന്നുണ്ട്. പക്ഷെ മുമ്പ് നോക്കുമ്പോൾ വലിയ ബോറൊന്നും ഇല്ലല്ലോ. നോക്കുമ്പോൾ എങ്ങനെയെന്നറിയോ, ഈ കാണുന്നൊരു ഗ്യാപ്പ് ഒക്കെയാ. ഈ ഒരു ഗ്യാപ്പിനെ നമ്മളെന്താക്കി ഇവിടെ വെച്ചിട്ട് സംഭവം നേക്കായി. പക്ഷേ ഉള്ളിൽ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം എങ്ങനെയാണെന്നറിയോ, മെയിൻ ഡോർ കഴിഞ്ഞ പാടെ തന്നെ അവിടെ ഒരു 2 കള്ളിയും ഇവിടെ ഒറ്റക്കള്ളിയും മാത്രമല്ലേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മെയിൻ ഡോർ തുറന്നിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. നമ്മളുണ്ടല്ലോ പുറമറിക്കാണ് ജനവാതിൽ മൊത്തം ആ ചുമരുമ്പോൾ നിൽക്കുന്നത്. ഓക്കെ, പുറമറിക്കാൻ ഇതും വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ടവർ വോൾട്ട് മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് വലിയൊരു വിചാകിരി ഇട്ടുകാണ്ട് ഇങ്ങോട്ട് തുറക്കണ അവസ്ഥ ആക്കേണ്ടി വരും. അത് ബോറാണ്. പിന്നെ തൂക്കം വരും. അപ്പോൾ എന്തായാലും വൃത്തിക്ക് വേണ്ടി ഉള്ളിക്കാണ് ഈ ഒരു കട്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ അവസ്ഥ വയ്ക്കുക, തുറന്നിക്കുകയാണെങ്കിൽ പതിഞ്ഞിക്കുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആശേരി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത് ഇവിടെ നിന്ന് എടുത്തുകാണ്ട് ഇങ്ങോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ആവുന്ന അറിയാം. ഇവിടെ നിന്ന് ചെറിയ സ്പേസല്ലേ ഉള്ളൂ. വാഷ് സ്പേസ് വരുന്നത് ആ മൂലയിലാണ്. ഓക്കെ, അതാ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഈ മൂല ഫ്രീ അല്ലേ. അപ്പോൾ ഈ ടേബിൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വെക്കാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ തുറന്ന് വെക്കുകയാണെങ്കിൽ ടേബിൾ അവിടേക്കും പോവില്ല ഇവിടേക്കും പോവില്ല. അപ്പോൾ അതുകൊണ്ട് ആശേരി പറഞ്ഞേക്കാണ് ഇതെന്താ ചെയ്യുക, ഫോർന്ന് ഇത് നേരെ മൂപ്പര് വന്നുകാണ്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നേക്കല്ലേ. ഇനി പിന്നെ എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് കന്നിമൂലത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലെ ചുമര വയ്ക്കുക സൂപ്പറാക്കി അടച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. കരൊക്കെ പക്ക നേക്ക് പണിയാട്ടോ. ഇവിടെ ചെറിയൊരു ട്രബിളിൻ്റെ ഒരു തേപ്പിന് അതൊക്കെ തിരുത്തിയുണ്ട്. സ്കാറ്റിങ് വെച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വാ. സൂപ്പർ പണി എന്ന് പറഞ്ഞാൽ പക്ക സൂപ്പറല്ലേ. വയറിങ്ങിൻ്റെ മെയിൻ പൈപ്പ് ഉണ്ടല്ലോ, നേരത്തെ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ വലിച്ച് കെട്ടി. ഓക്കെ, അതിന് ഇവിടേക്കാക്കാൻ വേണ്ടി പോകണം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ നോക്കിയാൽ ടൈല് 2 കളർ വന്നെന്നുള്ളൂ, എന്നാലും പണി പക്ക നേക്കായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതൊക്കെ നോക്കിയാൽ ഒന്നിലും ഒരു എയർ ഉണ്ടാവില്ല. അതായത് ചുമര് തേക്കാതെ കല്ലുമ്മ ഡയറക്റ്റ് ഒട്ടിച്ച പീസുകളാണ് ഈ കാണുന്നത്. ഓടെ മേടിക്കാണ്ട് ഒരു എയർ ആർക്കും കാണിച്ചാൽ പറ്റില്ല. സ്പേസറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നല്ല പുട്ടിയൊക്കെ ഇട്ട് ദമ്മാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് കര വയ്ക്കുക. എന്താ നേക്ക്. പിന്നെ എത്ര ഡിസ്റ്റൻസ് 73 സെൻറ്റ് വരെയുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആ ഡോർ തന്നെയാണ് ഇങ്ങോട്ട് വെക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ട് അതേ ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബ്രിക്കും പാടെ ഒട്ടിച്ചുകാണ്ട് ഇത് ചുരുക്കാനൊക്കെ കഴിയുമായിരുന്നു. ആ ഡോർ വെക്കണമെന്ന് ക്ലൈൻറ്റിൻ്റെ വാഷ് ചെയ്യണം. അതുകൊണ്ട് ഇത് സംഭവം സെറ്റ്. പിന്നെ ടോപ്പിൽ പീസ് വയ്ക്കുക. ടോപ്പിൽ ഒറ്റ പീസ് വെച്ച് നേക്കല്ലേ. എങ്ങനെയാണെന്നറിയോ, ഇവിടെ നേരെ കൊണ്ടുപോയിക്കാണ്ട് 1 ഇഞ്ച് കനം കുറച്ചുകാണ്ട് ഈ ടൈൽസ് ഇവിടെ നിർത്തി വാട്ടർ ലെവലാക്കിയിട്ട് അതേപോലെ ഇവിടെയും വാട്ടർ ലെവലാക്കി നിർത്തിയിട്ട് കണ്ടോ ഒരൊറ്റ വാട്ടർ ലെവൽ ഇങ്ങോട്ട് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതേപോലെ ഇവിടെയും വരച്ച് ഉള്ളിൽ കണ്ട് കയറ്റി വെച്ച സാധനമാണ് ഈ കാണുന്നത്. ഇനി പോരൂല. പിന്നെ ഉണ്ടല്ലോ ഈ ചുമര് കട്ട് ചെയ്ത സമയത്ത് ഇവിടെ വയറിങ്ങിൻ്റെ പീസ് മുറിഞ്ഞീനി, സ്ട്രെയിറ്റ് പോകണമല്ലേ. അതേപോലെ ഇവിടെ പ്ലംബിങ്ങിൻ്റെ പീസ് മുറിഞ്ഞീനി, അത് ഇതിൻ്റെ അടി കൂടെ പോയിട്ടുണ്ട്. സെറ്റാണ്. അപ്പോൾ ഇവിടെ എന്താക്കിയെന്ന് ഒരു കോബോക്സ് വെച്ചിട്ട് ATM സ്ലീവ് കൂടെ 4 വയറിനെ 2 ഇഞ്ച് വയറാക്കിയിട്ട് ഇതിനുള്ളിൽ കൂടെ കൊണ്ടുപോയിക്കാണ്ട് ഇപ്പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേക്കായി. പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ അവസ്ഥ വയ്ക്കുക. ടൈല് പണിയൊക്കെ മൊത്തത്തിൽ ചുമരും മാറിയാട്ടോ പക്ക നേക്ക. എല്ലാവരും കണ്ടോളൊക്കെ പറഞ്ഞെന്താ അറിയോ, നേക്കായിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയത്തെ കറ പോകത്ത് എന്താണെന്നറിയോ, ഈ സൈറ്റിൽ കോയൽക്കിണർത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഏത് ഉപയോഗത്തിന്. അതുകൊണ്ട് കറ കുടിച്ചതാണ്.
ഇതേപോലെ ഒന്നും പാടെ കേൾക്കുകയാണെങ്കിൽ സംഭവം അത് നേക്കാവും. ഏതായാലും പരിപാടി ഉഷാറായിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റിനോവേഷൻ വർക്ക് ആയതുകൊണ്ട് അവിടെ പൊളിച്ച് ഇവിടെ പടുത്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഒരുപാട് ചൊറ വരും. അത് സപ്പോർട്ട് ചെയ്യാൻ സൈറ്റിൽ ആൾക്കാരില്ലെങ്കിൽ നമ്മളെന്നാണ് കുടുങ്ങുക. അപ്പോൾ എന്തായാലും ഇത് തീർത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചേക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ക്ലയൻറ്റിന് ഈ ബാത്റൂം ഉണ്ടല്ലോ ഏകദേശം ഒരു 5 കൊല്ലം പാടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, ഈ ടൈലിൻ്റെ മുകളിൽ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഫ്രെയിം ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഡോർ തുറന്ന് നേരെ ചാരി വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എന്ത് വരുന്നുണ്ട്, ഈ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതും പാടെ പൊളിച്ചിക്കാണ് പണി കൂടുതൽ ചെയ്യുക. അപ്പോൾ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറുമ്പോൾ തുറന്നുകാണ്ട് കയറിയിട്ട് അടച്ചുകാണ്ടാണ് ഇത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഒരു കല്യാണമൊക്കെ അടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ കറക്റ്റ് ചുമര് കീറിയിട്ട് ഈ സാധനങ്ങൾ ഇങ്ങോട്ടാക്കും. ഇങ്ങോട്ടാക്കിയിട്ട് പിന്നെ ആ കീറിയ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ട് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കണ്ട് ഇതിൻ്റെ മുകളിൽ പുതിയ ടൈൽസാണ് ഒട്ടിക്കും. ചെറിയ കാനല്ലേ മിക്സ് ആവുള്ളൂ. ആ പണിക്ക് നമ്മൾ കാണിച്ചു തരേണ്ടത് നമ്മളെ കൂടെ കൂടിക്കുള്ള നഷ്ടം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സെറ്റ്.